നമസ്കാരം. താങ്ക് യു. ഒരു കാപ്പി കുടിച്ചിട്ട് നമുക്ക് മീറ്റിങ്ങിന് പോകാം. വരൂ. ശരി, വാ മോനെ. കാപ്പി. അമ്മയോടെ പോയി? അമ്മയും ചേച്ചിയും കൂടി മഹിളാ സമാജക്കാരുടെ പരിപാടിക്ക് പോയി. നിന്നെ വിളിച്ചില്ലേ? ഓ, ഞാൻ അവര് പോവാൻ നേരം നിന്നെ വിളിച്ചില്ലെന്നാ ചോദിച്ചേ. എന്നെ എന്തിനാ വിളിക്കുന്നേ? എന്തിനാണോ? വേഗം ഡ്രസ് മാറിട്ടോ. അയ്യോ, ഞാൻ പോകുന്നില്ല. പോകുന്നുണ്ട്. മര്യാദയ്ക്ക് പോയി മാറിട്ടോ. കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ളവയാണ് അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള വഴക്ക്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബലപരീക്ഷണം, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോര്, അങ്ങനെ അങ്ങനെ കുടുംബ ഭദ്രതയുടെ അടിത്തറ തകർക്കുന്ന താളപ്പിഴകൾ നിരവധിയാണ്. ഇതിന്റെ എല്ലാം ഉത്ഭവം സ്നേഹമില്ലായ്മയിൽ നിന്നാണെന്ന് അല്പമൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന മഹത്വചനം നമ്മൾ മറക്കാതിരിക്കുക. ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്ന ആപ്തവാക്യം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുക. അതുകൊണ്ട് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർ പരസ്പരം സ്നേഹിക്കുക. എല്ലാ വികാരങ്ങളും നമുക്കുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. പൊള്ളയായ തറവാടിത്വത്തിന്റെയും സമ്പന്നതയുടെയും പൊയ്മുഖങ്ങൾ വലിച്ചെറിയുക. ഒരു മുന്നുകൊണ്ടുപോലും അന്യരെ വേദനിപ്പിക്കാതിരിക്കുക. എന്റെ ഈ ഉപസംഹാര പ്രസംഗം ഇനിയും നീട്ടുന്നില്ല. അടുത്തതായി ഗാനമേളയാണ്. അതിനുവേണ്ടി വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് സമ്മേളനം കഴിഞ്ഞതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നമസ്കാരം. സർ, അമ്പിളിക്കുട്ടിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ ഇവിടെ പാടുവാൻ പോകുന്ന അനുഗ്രഹീത ഗായകനായ ശ്രീമാൻ അമ്പിളിയെക്കുറിച്ച് രണ്ട് വാക്ക്. മലയാള സിനിമയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കാവുന്ന, ഇന്നും മലയാള സിനിമയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യനായ ശ്രീ അഭയദേവിന്റെ ചെറുമകനാണ് ഈ വലിയ ഗായകൻ എന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഈശ്വരൻ അദ്ദേഹത്തിന്റെ കാലുകൾ തളർത്തിയിട്ട് പകരം കൊടുത്തത് സ്വർഗീയ സംഗീതത്തിന്റെ വർണ്ണച്ചിറകുകളാണ്. സ്വന്തം ദുർവിധിയോട് പടപൊരുതി വിജയിച്ച ആ സംഗീത സാർവഭൗമനെ ഈ സദസ്സിന്റെ മുമ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ അമ്പിളി. നിങ്ങൾ വെളിയിലായി പോയല്ലേ? സോറി. കേറിപ്പോരെ. ഇത് പൂട്ടിയിട്ട് പോകാൻ നിന്നോട് ആര് പറഞ്ഞു? ഇല്ലെങ്കിൽ കള്ളം കയറിയില്ല എന്നേ. ഈശ്വരനല്ലേ പിരിച്ചുവിട്ടു, ഗോമതിയെ പിരിച്ചുവിട്ടു. വേറെ ആരിരിക്കുന്നു? ഗീതയെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നെങ്കിൽ ഞാനെങ്കിലും ഇവിടെ കാവലിരുന്നെ. കേട്ടോമേ, അമ്മയുടെ പ്രസംഗം തകർത്തു. കുടുംബ ഭദ്രതയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ പറ്റി അമ്മ ഒരു കലക്ക് കളിക്കില്ലേ? അത് കേട്ടപ്പോ നിർത്തി. അമ്മ വിശക്കുന്നു. ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അയ്യോ, നിങ്ങളൊന്നും കഴിച്ചില്ലേ? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ചൈനീസ് ഫുഡ്. വേണ്ട, അതിന് കുഞ്ഞിന്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശിയുണ്ട്. വേണ്ടതെല്ലാം അടുക്കളയിലും ഉണ്ട്. അവരുണ്ടാക്കിക്കോളും, അവര് കഴിച്ചോളും. നിന്റെ ഔദാര്യം ഒന്നും അവർക്ക് വേണ്ട. വാ. ഇതെല്ലാം അവള് പറഞ്ഞു ചോദിച്ചിട്ടുള്ളതാ. നേരെ അമ്മേ, ഞാൻ പോയി കഞ്ഞി വെക്കാം. കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെണ്ണ് പാചകം ചെയ്താൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്ന അമ്മായി അമ്മയും നാത്തൂന്നെ ഇറന്നോട്ടെ. അത്താഴം കഴിച്ചില്ലെന്ന് വെച്ച് ചത്തുപോത്തൊന്നുമില്ല. ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കേണ്ടെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞാണ്, കേട്ടോ? ഇതൊക്കെ ഒരു ആവശ്യമാണ് ഗീതേ.
ഇത്രയും വയസ്സായ അമ്മയെ ഇനിയെങ്കിലും നല്ലപോലെ വളർത്തിയെടുത്തില്ലെങ്കിൽ ദൈവദോഷം ഉണ്ടാവും. നിങ്ങൾ ശാരി മാറ്റിട്ടോ. എനിക്കൊന്ന് അങ്ങോട്ട് വരണമെങ്കിൽ രണ്ടാളിന്റെ സഹായം വേണം. മാത്രവുമല്ല, ഞാൻ അവിടെ വരുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരാത്തതും അതുകൊണ്ട് തന്നെ. അതെനിക്കറിയാം മക്കളെ. ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാ ഇപ്പൊ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അച്ഛന് സുഖമില്ല. അച്ഛനെന്താ പറ്റി? നെഞ്ചുവേദനയായിട്ട് തുടങ്ങിയതാ. നിങ്ങൾ രണ്ടുപേരെയും കാണണമെന്ന് പറയുന്നു. തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. 12 ദിവസമായി. ഇതിനിടെ 2 എഴുത്തയച്ചു. എന്നിട്ട് നിങ്ങളെ കാണാത്തത് കൊണ്ടാണ് ആളെ വിട്ടത്. എഴുത്ത് എങ്ങോട്ട് അയച്ചെന്നാ പറഞ്ഞ? ഇവളുടെ പേരിൽ ബംഗ്ലാവിലേക്ക്. അയ്യോ, എനിക്കിതുവരെ ഒരെഴുത്തും കിട്ടിയില്ലല്ലോ. ഓഹോ, ഏതായാലും ഇനിയെങ്കിലും രണ്ടുപേരും കൂടെ പോയി അച്ഛനെ ഒന്ന് കാണണം. ശരിയമ്മേ, ഇന്ന് തന്നെ പോയേക്കാം. എന്റെ കയ്യിൽ ആരും കത്തുകൊണ്ട് തന്നിട്ടില്ല. ചേച്ചിക്കറിയാം? എനിക്കറിഞ്ഞൂടാ. ബാലിനും ഗീതയും വന്നില്ലേ എന്ന് അവസാന നിമിഷം വരെയും ചോദിച്ചു. മരിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനൊന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹം ചെയ്തു? അതിന് ഞങ്ങളാണ് നിന്റെ അച്ഛനെ കൊന്നത്. ഇത് നല്ല ഏർപ്പാടാ. വല്ലവരും കേട്ട എന്ത് വിചാരിക്കും? എനിക്ക് വന്ന് കത്തുകൾ തന്നിരുന്നെങ്കിൽ. അതിലെ കത്ത് ഞങ്ങളുടെ കിട്ടിയിട്ട് വേണ്ടേ? പോസ്റ്റ്മാൻ ബിന്ദുവിന്റെ കയ്യിലാണ് കത്ത് കൊടുക്കുന്നത്. അവള് വല്ലയിടത്തും കളഞ്ഞിട്ടുണ്ടോന്ന് ആർക്കറിയാം? കുഞ്ഞല്ലേ, അവൾക്കെന്തറിയാം? ഇതേ നീ വാ. മരിച്ച വിവരം ഇവിടെ അറിയിച്ചില്ലായിരുന്നോ? അറിയിക്കൊക്കെ ചെയ്തു. പിന്നെന്താ പോയിരുന്നത്? ഉണ്ണി എന്താ ഈ പറയുന്നത്? നമ്മുടെ സ്റ്റാറ്റസ് നമുക്ക് ആ വീട്ടിൽ പോകാൻ കൊള്ളാമോ? മരണത്തിന് മുമ്പിൽ സ്റ്റാറ്റസ്